നമസ്കാരം. തൊടിയിലെ ചെടിയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പരിചയപ്പെടുന്നത് ലാംഗി എന്ന വൃക്ഷത്തിനെയാണ്. അനോനേസിയ കുടുംബത്തിൽപ്പെടുന്ന ലാംഗിയുടെ ശാസ്ത്രീയ നാമം കാനങ്ക ഒഡോറേറ്റ എന്നാണ്. ഇന്തോനേഷ്യയാണ് ലാംഗിയുടെ ജന്മദേശം. മലേഷ്യയിലും ഫിലിപ്പൈൻസിലും ഇത് ധാരാളമായി കണ്ടുവരുന്നുണ്ട്. ഏകദേശം 12 മീറ്ററോളം ഉയരത്തിൽ വളരുന്ന ഒരു നിത്യഹരിത വൃക്ഷമാണ് ലാംഗി. പെർഫ്യൂം ട്രീ എന്നാണ് ഇതിൻ്റെ മറ്റൊരു പേര്. ഇതിൻ്റെ സുഗന്ധമാണ് ആ പേര് ലഭിക്കാൻ തന്നെ കാരണം. അരോമ തെറാപ്പിയിലാണ് ലാംഗി ധാരാളമായി ഉപയോഗിച്ചു വരുന്നത്. ലാംഗിയുടെ ഇലകൾ ഒന്നിടവിട്ടാണ് ക്രമീകരിച്ചിരിക്കുന്നത്. മുകൾ ഭാഗത്ത് കടും പച്ചനിറവും താഴ്ഭാഗത്ത് ഇളം പച്ചനിറവുമാണ്. ഇരുവശവും തരംഗിതമായാണ് കാണപ്പെടുന്നത്. വാൽത്തുമ്പ് കൂർത്തതാണ്. ഇലഞ്ഞെട്ടിനും ഏകദേശം 1/2 സെൻറ്റിമീറ്ററോളം നീളം വരും. ഓവൽ ആകൃതിയിലുള്ള ലാംഗിയുടെ ഇലകൾക്ക് ഏകദേശം 13 മുതൽ 20 സെൻറ്റിമീറ്റർ വരെയാണ് നീളം. പത്രകക്ഷങ്ങളിലാണ് ലാംഗിയുടെ പൂവുകൾ കാണപ്പെടുന്നത്. 6 ഇതളോടുള്ള പൂവുകൾക്ക് നല്ല സുഗന്ധമാണ്. ഇത് നക്ഷത്ര മത്സ്യത്തിൻ്റെ ആകൃതിയിലാണ് വിടർന്നു നിൽക്കുന്നത്. പച്ച കലർന്ന മഞ്ഞ നിറമാണ് ലാംഗിയുടെ പൂവുകൾക്ക്. ഈ പൂവിൻ്റെ സ്റ്റീം ഡിസ്റ്റിലേഷനിലൂടെയാണ് ഇതിൽ നിന്നും തൈലം എടുക്കുന്നത്. ഈ തൈലമാണ് ധാരാളമായി ഔഷധാവശ്യത്തിനായി ഉപയോഗിച്ചു വരുന്നതും. കറുപ്പ് നിറമാണ് ലാംഗിയുടെ ഫലത്തിന്. കൂട്ടമായി കാണപ്പെടുന്ന ഇതിൻ്റെ ഫലം പക്ഷികളുടെ ഇഷ്ടവിഭവമാണ്. അരോമ തെറാപ്പിയിൽ സാധാരണയായി തലവേദനയ്ക്കാണ് ഇത് ഉപയോഗിച്ചു വരുന്നത്. കൂടാതെ ഉയർന്ന രക്തസമ്മർദ്ദം കുറയ്ക്കുന്നതിനും ത്വക്ക് രോഗങ്ങളിലും ലാംഗിയുടെ തൈലം ഉപയോഗിച്ചു വരുന്നു. ഇതിനെക്കുറിച്ചുള്ള കൂടുതലായുള്ള ഗവേഷണങ്ങൾ ഇന്ന് നടന്നുകൊണ്ടിരിക്കുകയാണ്. ലാംഗിയുടെ കൂടുതൽ ഔഷധ ഗുണങ്ങളെപ്പറ്റി ഡോക്ടർ CM ശ്രീകൃഷ്ണൻ നമ്മളോട് വിശദീകരിക്കുന്നതാണ്. ഈ ലാംഗി ഈ പെർഫ്യൂം ട്രീ എന്നതിന് പേര് പറയാം. ഈ സുഗന്ധതൈലം, അതിൻ്റെ ഈ സുഗന്ധതൈലമാണ് ഏറ്റവും പ്രയോജനം. ഈ അരോമ തെറാപ്പിക്ക് അടക്കം ഉപയോഗിക്കാം. അത് ഈ തലവേദന ഉള്ള ആൾക്കാർക്ക് ഈ നെറ്റിയിൽ ഇങ്ങനെ പരട്ടി കഴിഞ്ഞാൽ തലവേദന മാറും. മാത്രമല്ല ഇതിൻ്റെ ഈ മണം അടിച്ചു കഴിഞ്ഞാൽ ഈ സ്ട്രെസ്സ് കുറയും. അങ്ങനെ ഈ രക്തസമ്മർദ്ദം കുറയാനും കൂടി അത് ഉപയോഗിക്കുന്നുണ്ട്. പിന്നെ ഈ ചില ത്വക്ക് രോഗങ്ങളിൽ ഈ സുഗന്ധതൈലം പരട്ടി കുളിച്ച് കഴിഞ്ഞാൽ വളരെ ഫലപ്രദമാണ്. പിന്നെ ഇതിൻ്റെ ഒരു ഫലസിദ്ധി എന്ന് പറയുന്നത്, ഇതിൽ നിന്നുണ്ടാക്കുന്ന ഈ തൈലം സുഗന്ധതൈലം ഓരോ തുള്ളി അകത്തേക്കും അത് ഈ പെർഫ്യൂം പോലെ ശരീരത്തിനും പരട്ടിക്കഴിഞ്ഞാൽ ലൈംഗിക ശേഷി വർദ്ധിക്കുന്ന ഒരു ഗുണം അതിനുണ്ട്.